തിരുപ്പിറവിക്കാലം പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന ബുധൻ. തിരുവചനം: വൈകുന്നേരം ആയപ്പോൾ വഞ്ചി നടുക്കടലിൽ ആയിരുന്നു, അവൻ തനിച്ച് കരയിലും. അവർ തുഴഞ്ഞ് അവശരായി എന്ന് മനസ്സിലാക്കി, കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 6:47-48. യേശു 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് ഭക്ഷണം നൽകിയിട്ട് ശിഷ്യന്മാരെ ഗലീൽ കടലിൻ്റെ മറുകര അയക്കുകയാണ്. കാറ്റ് പ്രതികൂലം ആണെന്ന് അറിയാമായിരുന്ന യേശു നിർബന്ധിച്ചാണ് അവരെ അയച്ചത്. വഞ്ചി തുഴഞ്ഞ് അവശരായി കഴിയുമ്പോൾ യേശു അവരുടെ അടുക്കിലേക്ക് എത്തുന്നു. എല്ലാം അറിയാമായിരുന്ന യേശു പ്രതികൂല സാഹചര്യത്തിൽ എന്തിനാണ് ശിഷ്യന്മാരെ നടുക്കടലിലേക്ക് അയച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നാം പലപ്പോഴും നമ്മോട് തന്നെ ചോദിക്കുന്നു. എന്തിനാണ് യേശു എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രക്ഷുബ്ധമായ കടലിലേക്ക് വലിച്ച് എറിയുന്നത്? പിതാവായ ദൈവത്തിന് തൻ്റെ പുത്രനായൻ്റെ ഐഹികമായ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. യേശു ഗത്സമനി തോട്ടത്തിൽ പാനപാത്രം കടന്നു പോകുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എങ്കിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ യേശു തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. മുൾക്കിരീടത്തിന് ശേഷമേ സ്വർഗീയ കിരീടം ഉള്ളൂ. എല്ലാ പരീക്ഷണങ്ങളെയും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നേരിടുവാൻ കൊറിന്ത്യസിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് ഉപദേശം നൽകിയത്: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും.